ഹായ് ഫ്രണ്ട്സ്, GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കഴിഞ്ഞ പ്രബിനെ കുറിച്ച് കുറച്ച് ക്യാൻസറുമായി ബന്ധപ്പെട്ട ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അവൻ ആദ്യം മുതൽ എങ്ങനെയാണ് ഇങ്ങനെ വേദന വന്നതെന്നും തുടർന്ന് നമ്മൾ മുന്നോട്ട് പോയത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയെക്കുറിച്ചൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോസുകൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്കായിട്ട് കൊടുത്തേക്കും. നിങ്ങൾ കയറി കാണുക. കണ്ടാൽ മാത്രം പോരാ, അവന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ മുന്നോട്ട് പോവാണ്, ആ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കീമോ ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലും ക്യാൻസറിൽ ഏത് സൈസ് സെല്ലാണെന്ന് അവന് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മളത് കണ്ടുപിടിക്കുന്നു. 4ാമത്തെ ക്യാൻസറിൻ്റെ സെല്ല് കണ്ടുപിടിക്കേണ്ട ബയോപ്സിയിലാണ്, 4ാമത്തെ ബയോപ്സിയിലാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ ഒരു സെല്ല് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടം വരെയാണ് നിർത്തിയത്. കീമോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 17 സൈക്കിൾ കീമോയാണ് എൻ്റെ മോന് തന്നത്, അതായത് പ്രബിന് തന്നത് ഡോക്ടർ. അപ്പോൾ 17 സൈക്കിൾ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് 1.5 വർഷത്തെ കീമോയാണ് കേട്ടോ. 1.5 വർഷം കൂടും, എന്നാൽ 1.5 വർഷം കീമോയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 1.5 വർഷം എന്ന് പറയുമ്പോൾ ഒരു കീമോ എന്ന് പറയുന്നത് 21 ദിവസമാണ്. അടുത്ത കീമോ 21 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. കീമോ എങ്ങനെയാണ് ഇവനെ എടുത്തുകൊണ്ടിരുന്നത്, എൻ്റെ മോനെ എടുത്തുകൊണ്ടിരുന്ന രീതി കേട്ടോ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഫുള്ളായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല ഈ കീമോയെക്കുറിച്ച്. അപ്പോൾ എൻ്റെ മോനെ എടുത്തുകൊണ്ടിരുന്നത് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ആ അറിവ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി. ഞാനത് കുറച്ചും കൂടി വ്യക്തമായിട്ട് എൻ്റെ മോന് നടന്ന സംഭവം ഞാൻ പറയാം. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ കീമോയെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്. കീമോ 17 സൈക്കിളാണ് പ്രബിനെ തന്നത്. ഈ 17 സൈക്കിൾ കീമോ എന്ന് പറയുന്ന ഒരു കീമോ കഴിഞ്ഞ് ഒരൊറ്റ കീമോയാണ് കേട്ടോ. ഒരു ദിവസത്തെ കീമോ കഴിഞ്ഞ് 2 ദിവസത്തെ ട്രിപ്പും ഒരു കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനും എടുക്കുന്നതോടെ ഒരു കീമോ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് 21 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കീമോ എടുക്കുന്നത്. അടുത്ത കീമോ എന്ന് പറയുന്നത് 5 ദിവസത്തെ കീമോയും 2 ദിവസത്തെ ട്രിപ്പും ഒരു കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനുമാണ് അടുത്ത കീമോ, അതായത് 21 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും റൊട്ടേഷൻ ചെയ്ത് വീണ്ടും അടുത്ത 21 ദിവസം കഴിയുമ്പോൾ 1 ദിവസത്തെ കീമോയും 2 ദിവസത്തെ ട്രിപ്പ് ഒരു കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ, അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് അങ്ങനെ 17 സൈക്കിളാണ്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒറ്റ ദിവസത്തെ കീമോയും 2 ദിവസത്തെ ട്രിപ്പ് 1 ദിവസത്തെ കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനുമാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 5 ദിവസത്തെ കീമോയും 2 ദിവസത്തെ ട്രിപ്പ് 1 ദിവസത്തെ ഈ ഒരു കൗണ്ടിൻ്റെ ഇഞ്ചക്ഷനും കൂടെ ആകുമ്പോൾ അടുത്ത 2ാമത്തെ സൈക്കിളാണ് പൂർത്തിയാവുന്നത്. 5 ദിവസത്തെ കീമോ എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. അത് 2ാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 1, പിന്നെ 2ാമത്തെ സെക്ഷനിൽ വരുന്നത് 5, അത് കഴിഞ്ഞ് വീണ്ടും 1, അത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് വീണ്ടും 5, അങ്ങനെ റൊട്ടേഷൻ ചെയ്താണ് നമുക്ക് കീമോ തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. ആദ്യത്തെ 1 ദിവസത്തെ കീമോ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് 1 ദിവസത്തെ കീമോ ആയിരുന്നു. അത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് ഈ കീമോ കഴിഞ്ഞ് ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ പ്രബിൻ്റെ ഇൻഫെക്ഷനിലെല്ലാം നല്ല മാറ്റം വന്നു കേട്ടോ. നല്ല മാറ്റം വന്നു. കുറേശ്ശായിട്ട് അവനെ കാല് നിലത്തൂന്നാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങോട്ട് പോയത്. കാരണം ഇനി എനിക്ക് സർജറി പോലും ചെയ്യണമെന്നുള്ള ആ ഒരു താല്പര്യം ഇല്ലാത്ത രീതിക്ക് ഞങ്ങൾ മുന്നോട്ട് പോവായിരുന്നു. അടുത്ത 21 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത 5 ദിവസത്തെ കീമോയാണ് വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2ാമത്തെ സൈക്കിളാണ് വരുന്നത്. 5 ദിവസത്തെ കീമോ, 2 ദിവസത്തെ ട്രിപ്പ്, ഒരു കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ, അങ്ങനെ 7 ദിവസം.
അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം അടുത്ത കൗണ്ടിൻ്റെ കീമോയ്ക്ക് വേണ്ടി പോയി. ആദ്യത്തെ ഒരു ദിവസത്തെ കീമോ എടുത്ത് ഞങ്ങൾ വന്നു. തിരിച്ച് അന്ന് രാത്രിയാണ് പ്രബിന് ഫിക്സ് വരുന്നത്. നമുക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി. നേരത്തെ ഒന്നാമത്തെ കീമോ നമുക്ക്, അതായത് ഫസ്റ്റ് സൈക്കിൾ കീമോ എടുക്കുന്ന സമയത്ത് പ്രബിന് നല്ല വെയിറ്റ് കുറവാണെങ്കിലും അവൻ്റെ ശരീരത്തിൽ നല്ലപോലെ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ആ വെയിറ്റ് അനുസരിച്ചാണ് അവർ കീമോ, നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ്. വെയിറ്റ് അനുസരിച്ചാണ് കീമോ അവരുടെ ശരീരത്തിൽ എത്രമാത്രം കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അനുസരിച്ചാണ് മെഡിസിൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സൈക്കിള് നമുക്ക് തന്ന സമയത്ത് പ്രബിൻ്റെ ശരീരത്തിൽ 22 കിലോ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ ആ ഒരു ഇൻഫെക്ഷൻ അടക്കം, ആ നീരടക്കം 22 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. അതനുസരിച്ച് അവൻ്റെ ശരീരത്തിൽ കൊടുത്ത കീമോ സെക്കൻഡ് കീമോയിൽ എടുക്കണ സമയത്ത്, അതായത് 21 ദിവസം കഴിഞ്ഞ് അടുത്ത കീമോ എടുക്കാൻ പോയ സമയത്ത് പ്രബിന് ഈ നീരെല്ലാം കുറയുകയാണ്. അപ്പോൾ വെയിറ്റ് കൂടുന്നില്ല, വെയിറ്റ് വീണ്ടും കുറയുകയാണ്. ഏകദേശം 20 കിലോ വെയിറ്റ് എന്തോ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പ്രബിന്. ഇത് അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്തതാണോ എങ്ങനെയാണോ എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ വെയിറ്റിൻ്റെ പ്രശ്നം വെച്ച് ഇവന് കൊടുത്ത ഡോസിൽ അല്പം ലൈറ്റായിട്ടൊന്ന് കൂടിപ്പോയി. ഇത് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് പ്രബിനെ ഫിക്സ് വരുന്നത്. ഈ കീമോയുടെ ഡോസ് അല്പം കൂടിപ്പോയതിൻ്റെ പ്രശ്നത്തിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ കുറേ ആൾക്കാർ, അന്നൊന്നും നമുക്ക് ചാനലൊന്നും ഇല്ല, കുറേ ആൾക്കാർ നമ്മളെ അറിയാമെന്നുള്ള കുറേ പേര്, ടീച്ചേഴ്സിൻ്റെ ബന്ധു, സഹോദരങ്ങൾ, സഹപാഠികൾ, അങ്ങനെ സ്കൂളുകാർ, അങ്ങനെ കുറച്ച് നല്ല നല്ല ആൾക്കാർ ഞങ്ങളുടെ കൂടെ ദൈവത്തോടൊപ്പം തുല്യമായി പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടോ എന്തുകൊണ്ടോ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മോന് വേറെ അപകടങ്ങളൊന്നും വരാതെ, അതായത് ഈ കീമോയുടെ ഡോസ് കൂടിയാൽ തലയ്ക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിക്ക് ദൈവം അനുഗ്രഹിച്ചു. എന്നാലും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. പിന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. കുറേ ടെസ്റ്റുകൾ ചെയ്തു. തലയുമായി ബന്ധപ്പെട്ടും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അങ്ങനെ 5-6 ദിവസം അഡ്മിറ്റ് ചെയ്ത് ഇരുന്നു. കീമോ മുടങ്ങി. അവിടെ ഞങ്ങൾക്ക് കീമോ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 മാസത്തോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് 1 മാസമല്ല, അതിൽ കൂടുതൽ അവർ മെഡിസിനുമായിട്ട് മുന്നോട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പ്രബിന് ഇൻഫെക്ഷൻ ആവുന്നു. പിന്നെ എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് കീമോ എടുക്കണം. പക്ഷേ കീമോ എടുക്കുന്നതിന് മുന്നേ അവനെ അഡ്മിറ്റ് ചെയ്തേ ഇനി കീമോ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. നേരത്തെ നമുക്ക് തന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്യാതെയാണ് നമുക്ക് കീമോ തന്നുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ വീടിനടുത്താണല്ലോ, ആ ഹോസ്പിറ്റലും വീടും അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ കീമോ എടുക്കുക, വീട്ടിൽ ചെല്ലുക, കീമോ എടുക്കുക, വീട്ടിൽ ചെല്ലുക. അങ്ങനെ രാവിലെ വരും, വൈകുന്നേരം പോകും. കാരണം ഈ കീമോ എന്ന് കൊടുക്കുന്നതെന്ന് പറയുന്നത് പ്രബിന് ഈ വെയിറ്റ് കുറവായതുകൊണ്ട് പ്രബിൻ്റെ കയ്യിൽ സെൻട്രൽ ലൈൻ കൊടുത്തിട്ടില്ലായിരുന്നു. സെൻട്രൽ ലൈൻ കൊടുക്കാത്തത് വേറൊന്നുമല്ല, ആദ്യം ഡോക്ടറിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് അത് ചെയ്തത്. പിന്നെ ഞങ്ങളോട് അനുവാദം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സമ്മതമില്ലായിരുന്നു. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഏത് ഭാഗത്ത് കുത്തി വെച്ചിരുന്നാൽ, അതായത് ഈ കയ്യിലെ മുട്ടിൻ്റെ മുകളിലോട്ടാണ് അവർ ചെയ്യുന്നത്. അത് വന്നിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങ് വരെ വരും. ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വലിയൊരു സൂചിയാണ്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ സെൻട്രൽ ലൈൻ വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അറിയായിരിക്കും, ഇപ്പോൾ ഇതാ രേണുസുതിയൊക്കെ വച്ചിരിക്കുന്നില്ലേ, ഇതിനെ തന്നെയാണ് ആ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സെൻട്രൽ ലൈൻ ഞങ്ങൾക്ക് പ്രബിന് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കുറച്ച് പേപ്പറിലൊക്കെ ഒപ്പിട്ടൊക്കെ കൊടുക്കേണ്ടി വരും, അതുകൊണ്ടോ എന്തോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഈ സൂചിയെക്കുറിച്ച് കേട്ടപ്പോൾ. നല്ല പൈസ ചിലവുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇൻഫെക്ഷൻ വരാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. 1.5 ദിവസത്തിനൊരിക്കൽ നമ്മൾ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇപ്പോൾ രേണുസുതി കാണിക്കുന്നില്ല, ഇതുപോലെയൊന്നും തിരുവനന്തപുരം RCCക്കകത്ത് ഇങ്ങനെയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഈ ഒരു സെൻട്രൽ ലൈൻ തിരുവനന്തപുരം RCCയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്കായാലും കൊടുത്തിരിക്കുന്ന വ്യക്തി എപ്പോഴും കവർ ചെയ്ത് വേണം വച്ചേക്കാൻ. ഒരു
പേപ്പറുണ്ട്, പ്ലാസ്റ്റിക് പേപ്പർ. ആ പേപ്പർ കവറിട്ട് എപ്പോഴും കവർ ചെയ്ത് നല്ല ക്ലീനാക്കി വേണം വെച്ചേക്കാൻ. ഒരു രീതിയിലും ആ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ ആവാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ രേണുസുതിയൊക്കെ നിസ്സാരം പോലെയാണ് കൊണ്ട് തരിയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും രേണുസുതിയുടെ ചെറിയ ചെറിയ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടു. അപ്പോൾ അതിലെല്ലാം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ RCCക്കകത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചേക്കില്ല, അവർ കവർ ചെയ്താണ് വെക്കുന്നത്. ഇൻഫെക്ഷനായി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പ്രബിന് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് വളരെ വളരെ ഡേഞ്ചറാണ്, അപകടമാണ് ആ ഒരു സെൻട്രൽ ലൈൻ. അതുകൊണ്ടുള്ള പേടി കൊണ്ടും ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനും ആദ്യം അത് ഇഷ്ടമല്ലായിരുന്നു, കാരണം തീരെ വെയിറ്റ് കുറവായിരുന്നു. അതുകൊണ്ടോ എന്തോ എനിക്കറിയില്ല, ഡോക്ടറിനും അവനോടൊരു വല്ലാത്തൊരു സ്നേഹമായിരുന്നു കേട്ടോ. അത് അവനെ കാണുമ്പോൾ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് അവനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും അവൻ്റെ വീഡിയോ കണ്ട് സബ് ചെയ്ത എല്ലാ അവൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അവനെ ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് അറിയുന്നത്. അതിനു മുന്നേ ഒരു പ്രബിനുണ്ടായിരുന്നു. ഈ വയ്യായ്മ സമയത്ത് ആ പ്രബിനെ കണ്ടാൽ ഇന്ന് നിങ്ങൾക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. RCCയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രബിന്. ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളൊരു ആരോഗ്യ കിരണത്തിൻ്റെ ഒരു കാർഡ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ RCCക്കകത്ത് നിന്ന് ഞങ്ങൾക്കൊരു ആരോഗ്യ കിരണത്തിൻ്റെ ഒരു സ്കീം ഓപ്പൺ ചെയ്ത് തന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ അവസ്ഥ, അന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെയും കുറേ ഫോട്ടോസുകൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ സമയത്തുള്ള എൻ്റെ കയ്യിൽ നിന്ന് പ്രബിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി. എവിടെ കൊണ്ടുവച്ച് അന്നൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ആ ഫോട്ടോസൊന്നുമില്ല. പിന്നെ ടീച്ചറിൻ്റെ കയ്യിൽ ഇനി ചോദിച്ചാൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ടീച്ചറിൻ്റെ കയ്യിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ചോദിക്കാം, ഞാൻ ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആ ഫോട്ടോകളെല്ലാം ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും RCCയിൽ ആ കാർഡിലുള്ള ആ ഒരു ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാം. എന്തായാലും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു അവസ്ഥ നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് എൻ്റെ പ്രബിൻ അന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സെൻട്രൽ ലൈന് വേണ്ട എന്ന് പറയുകയും പിന്നെ കീമോ നമുക്കവിടെ മുടങ്ങുകയാണ്. പിന്നെ ഞങ്ങൾക്ക് കീമോ തുടങ്ങുന്നത് അടുത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം 1.5-2 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് കീമോ തുടങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ ദിവസം കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തേ പിന്നെ നമുക്ക് കീമോ എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാതെയാണ് തന്നെ. ഈ ഒരു മാറ്റർ ആയതുകൊണ്ട് ഫിക്സിൻ്റെ പ്രശ്നവും കൂടെ ഉള്ളതുകൊണ്ട് തുടർന്ന് ഫിക്സിന് വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഈ കീമോ സമയത്ത് ഇനി അടുത്ത് നമ്മൾ എടുക്കുന്ന കീമോ നമുക്ക് അഡ്മിറ്റ് ചെയ്തേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അവന് കുറച്ചുകൂടെ കെയറിങ്ങിന് വേണ്ടിയിട്ടാണ്, അതായത് എപ്പോഴാണ് എന്താണ് എന്നുള്ള ഒരു കാര്യത്തെ ഓർത്ത് പേടിച്ചിട്ട് അവർ അഡ്മിറ്റ് ചെയ്തേ തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അവിടെ അഡ്മിഷൻ കിട്ടാൻ ആ സമയത്ത്, ഇപ്പോൾ ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആ സമയത്ത് ഞങ്ങൾ കീമോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കും വരും എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയാകുമ്പം പോകും കേട്ടോ. ഏതെങ്കിലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവനെ കയറ്റി കീമോ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ അങ്ങനെ പോയി വന്ന് ഇരുന്ന സമയത്ത് പ്രബിന് ഒരു പ്രശ്നം കൂടെ വന്നു. ആരോഗ്യ പ്രശ്നവും അവന് പ്രതിരോധ ശക്തിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എങ്ങനെയോ എന്തോ, നമ്മൾ ഓട്ടോയിലാണ് പോണതും വരണതും, ഇതിൽ ആർക്കോ എവിടെയോ എന്തോ ഈ ഒരു ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇവനെ കയറി അങ്ങ് ബാധിച്ചു. നമ്മൾ പോലും അറിയുന്നില്ല. പനിയൊന്നുമില്ല കേട്ടോ, പനിയൊന്നും അടിച്ചില്ല. പക്ഷേ ചെറുതായിട്ട് അവിടെ എവിടെയായിട്ട് കുരുക്കൾ വരാൻ തുടങ്ങി. അപ്പോൾ യാദൃശ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഇവനെ കൊണ്ടിങ്ങനെ കാണിച്ചപ്പോൾ ആ ബെഡുണ്ട്, നമുക്ക് നോക്കാം, അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോൾ ഇവൻ്റെ ശരീരത്ത് ഇങ്ങനെ മുഖത്താണോ കയ്യിലാണോ എവിടെയോ ഒരിടത്ത് ഈ ഒരു പാട് കണ്ട്. അപ്പോൾ ഡോക്ടറെ അവനായിട്ട് കാണിച്ചു കൊടുത്താണ്. ഡോക്ടർ എനിക്ക് ഇത് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടറിന് ഒരു 4-5 കുരുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഒറ്റ നോട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു ചിക്കൻ പോക്സ് ആണെന്ന്. എന്ത് ചെയ്യാൻ, നമ്മുടെ തലവിധിയല്ലേ. അത് എഴുത്ത് വല്ലാത്ത ഒരു എഴുത്തായതുകൊണ്ടും നമുക്ക് ആ ഒരു
കീമോ അവിടെ വീണ്ടും സ്റ്റോപ്പ് ആവുകയാണ്. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളെ വിട്ട് അവിടെ അന്ന് രാത്രി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അവരും കൺഫേം ആക്കി ചിക്കൻ പോക്സ് ആണെന്ന്. അങ്ങനെ അവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തരികയാണ്. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി. അതും കഴിഞ്ഞ്, കാരണം വലുതായിട്ടൊന്നും വന്നില്ല, നമ്മൾ ഉടനെ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ടും എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ട് നല്ല ട്രീറ്റ്മെൻറ്റുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് പ്രത്യേക കെയറിൽ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് തന്നതുകൊണ്ട് അധികം നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് അവൻ്റെ ആ ഒരു കാര്യം സക്സസ് ആയി, ആ ഒരു ചിക്കൻ പോക്സ്. പിന്നെ അടുത്ത് വീണ്ടും നമ്മൾ കീമോയ്ക്ക് വേണ്ടി നമ്മൾ വന്ന് തുടങ്ങാൻ വേണ്ടി വീണ്ടും വരികയാണ്. അങ്ങനെ കീമോയ്ക്ക് വേണ്ടി നമ്മൾ വന്നപ്പോൾ ബെഡ് കിട്ടുന്നു. ഏകദേശം 2 മാസത്തിൽ കൂടുതൽ പോയി കേട്ടോ. അങ്ങനെ മുടങ്ങിയതിന് ശേഷം അടുത്ത് വീണ്ടും നമ്മൾ കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് കാണാത്ത എല്ലാവരും നമ്മുടെ ഈ വീഡിയോയിൽ താഴെ ലിങ്ക് കൊടുക്കും, നിങ്ങളെല്ലാവരും കയറി കാണുക. ചാനൽ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മോന് വേണ്ടി, പ്രബിൻ മോന് വേണ്ടി നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്യുക. തുടർന്ന് എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക കേട്ടോ. ആരും ഫുള്ളായിട്ട് കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് പ്രബിൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞങ്ങൾ അനുഭവിച്ച കുറച്ച് വേദനകളും സങ്കടങ്ങളും കളിയും ചിരിയും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.